ഇനി തിരുവനന്തപുരത്തേക്ക് നെയ്യാറിന്റെ തീരത്ത് നഗരമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വീണ്ടും പതിവാവുകയാണ്. നെയ്യാറ്റിൻകര ഇരുമ്പിൽ കൊല്ലംവിളാകത്താണ് കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചത്. നിരവധി തവണ നഗരസഭാ അധികൃതർ നടപടിയെടുത്തിട്ടും പിഴ ചുമത്തിയിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസവും വൻതോതിൽ മാലിന്യ നിക്ഷേപം ഉണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള പാരഗൺ, ആസാദ് ഹോട്ടലുകൾ, കാറ്ററിംഗ് സർവീസുകൾ, വീടുകൾ, ആശുപത്രികൾ, റെയിൽവേ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് നെയ്യാറിന്റെ തീരത്ത് നിക്ഷേപിച്ചത്. അരുൺ സോളമന്റെ റിപ്പോർട്ട്. നഗരത്തിൽ നിന്നുള്ള മാലിന്യം നെയ്യാറിൻ്റെ തീരത്ത് നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് ഇത് 3 ആഴ്ച ആവുകയാണ്. നിരവധി തവണ നഗരസഭാ അധികൃതരും പ്രദേശവാസികളും ഇടപെട്ടിട്ടും ഇതിനൊരു ശമനമായില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച. കഴിഞ്ഞ രാത്രിയിലും ഇവിടെ നിരവധി ലോഡുകൾ വന്ന് നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ നഗരസഭാ അധികൃതർ വീണ്ടും ഈ പ്രദേശത്ത് വരികയും മണ്ണിട്ട് മൂടിയ മാലിന്യം വീണ്ടും തിരിച്ചെടുത്ത് കൊണ്ടുപോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. പ്രദേശവാസിയായിട്ടുള്ള ബാബുരാജിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമി കഴിഞ്ഞ കുറേ കാലമായിട്ട് കോറിക്കായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നതാണ്. പ്രധാനമായിട്ടും നഗരത്തിൽ നിന്നുള്ള മാലിന്യം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കഴിഞ്ഞ ദിവസം വന്നിരുന്നത് റെയിൽവേയിൽ നിന്നുള്ള മാലിന്യങ്ങളാണ്. റെയിൽവേക്ക് അപ്പുറം നഗരസഭയിലെ പരിധിക്കുള്ളിൽ വരുന്ന ഹോട്ടലുകൾ, കേറ്ററിംഗ് സർവീസുകൾ, ആശുപത്രികൾ എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് ഇപ്പോൾ ഗ്രാമപ്രദേശമായിട്ടുള്ള ഈ നെയ്യാറിൻ്റെ തീരത്ത് എത്തുന്നത്. ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടുന്നത് ഇത്തരത്തിൽ RDOയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തി ഈ സ്ഥലമുടമയ്ക്ക് പിഴ ചുമത്തിയിട്ടും അദ്ദേഹം ഈ പിഴ അടയ്ക്കാനോ അല്ലെങ്കിൽ RDOയ്ക്ക് മുന്നിൽ ഹാജരാകാനോ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അനാസ്ഥയായിട്ട് ഇപ്പോൾ നഗരസഭ അധികൃതരും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ പരിശോധനയിൽ 8ലധികം സ്ഥാപനങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ നാലാഞ്ചിറ, കഴക്കൂട്ടം, പാപ്പനംകോട് എന്നീ സ്ഥലങ്ങളിലുള്ള കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, മീൻ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയുടെ വിവരങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള 50,000 രൂപയിൽ കുറയാത്ത പിഴ ചുമത്തി അവരെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് വേണ്ടി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ശുപാർശ സമർപ്പിക്കുന്നതുമാണ്. എന്തുകൊണ്ടാണ് വില്ലേജ് ഓഫീസിൽ പോലും ഈ സ്ഥലത്തിൻ്റെ ഉടമ ആരാണെന്ന് ചോദിച്ചപ്പോൾ പോലും ഉടമ ആരാണെന്ന് വ്യക്തമാക്കാൻ വില്ലേജ് ഓഫീസറിന് പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. അങ്ങനെ വലിയൊരു മാഫിയ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ കുട്ടികളടക്കമുള്ളവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ദുർഗന്ധം വമിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്നു. നഗരസഭാ അധികൃതരും പറയുന്നത് ഈ മാലിന്യം എടുത്ത ആൾക്കാർക്ക് പോലും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.